Well, my good man, I am here to tell you that India is now under the British Empire. And I am glad that I can tell you that India is exactly where it was yesterday. യെസ്, വർഷം 1858. ഏർലി 1600-ൽ ക്വീൻ വിക്ടോറിയയുടെ ചാർട്ടറിൽ ഇന്ത്യയിലേക്ക് ട്രേഡിങ്ങിന് വന്ന ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി 250ഓളം വർഷം റൂൾ ചെയ്തു. ട്രേഡ് റൈറ്റ്സ് അവരുടെ നിന്ന് മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് 1858-ൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡയറക്റ്റ്ലി ഇന്ത്യ റൂൾ ചെയ്യാൻ വേണ്ടി ക്രൗൺസ് ആക്ട് ഓഫ് 1858 കൊണ്ടുവരുന്നത്. ക്രൗൺസ് ആക്ട് ഓഫ് 1858 പീൽ കമ്മീഷൻ എന്ന കമ്മീഷൻ്റെ അണ്ടറിലാണ് ഈ ക്രൗൺസ് ആക്ട് ഓഫ് 1858 വന്നത്. ഗുഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് പറയാറ്. കാരണം ഇന്ത്യയിലെ ഗവൺമെൻറ്റിങ് മോശമായതുകൊണ്ട് ബ്രിട്ടീഷ് ഡയറക്റ്റ്ലി ഗുഡ് ഗവൺമെൻറ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്ട് ആയിരുന്നു. ഈ ഒരു ആക്റ്റിലാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റ് മാറ്റിയിട്ട് വൈസ് റോയ് ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റിലേക്ക് ആക്കിയത്. ലോർഡ് കാനിങ് ആയിരുന്നു അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ് റോയും. ഇതുപോലെ ഡുവൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇതിലൂടെ എൻഡ് ചെയ്തു. അതായത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഫ്രം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയും ബോർഡ് ഓഫ് കൺട്രോൾ അണ്ടർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഉണ്ടായിരുന്നു. ഇതിൽ ബാൻ ചെയ്തിട്ട് ഇത് സിംഗിൾ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആക്കി. പിന്നെ ഇന്ത്യയിലേക്ക് ഒരു സെക്രട്ടറിനെ നിയമിച്ചു. ഒരു സെക്രട്ടറി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. 15 മെമ്പേഴ്സ് ഈ സെക്രട്ടറി സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യാനും ഉണ്ടായിരിക്കും. ഇതാണ് ക്രൗൺസ് റൂൾ ഓഫ് 1858-ന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം.